പ്രിയപ്പെട്ട സൗരങ്ങളെ, ഒരു മാസം, പുതുവർഷത്തിൻ്റെ ഒരു മാസം അവസാനിക്കാൻ വേണ്ടി പോകണം. അവസാനത്തെ ദിവസങ്ങളാണ്. 1-ാം തീയതി എടുത്ത തീരുമാനങ്ങൾ എന്തായെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. അത് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. ഞാനെടുത്ത തീരുമാനങ്ങളൊക്കെ ഒരെണ്ണം മാത്രമേ ഞാനിപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം പൊട്ടിപ്പോയി. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അച്ഛൻ വീണുപോയി, അച്ഛൻ തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞൊരു സന്തോഷം. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈശോയുടെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളോ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പാരമ്പര്യമോ അതിനേക്കാൾ അപ്പുറമായിട്ട് ഈശോയുടെ വലിയ കൃപ നമ്മളെ ഓരോ ദിവസവും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ എനിക്ക് ഈശോ തന്നൊരു വചനം ഒന്ന് വായിച്ചുകൊണ്ട് നമ്മളൊന്ന് ആരംഭിക്കുകയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം എടുക്കാമോ? നമ്മളിന്ന് ഈ വചനം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഒക്കെ ഈശോ തന്നൊരു വചനമായിട്ട് നമ്മളിതിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. ജെറമ്യാ 15:20. ജെറമ്യാ 15:20. നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കിത് എങ്ങനെയാണ് ബാധകമാകുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു വചനവും ഈശോ വെറുതെ നമ്മുടെ പുസ്തകത്തിൽ തരില്ല. ഇന്ന് ഇത് കേൾക്കാൻ വേണ്ടി ഈ ആലയത്തിൽ, ഈ അന്തരീക്ഷത്തിൽ ഈ വചനം വെറുതെ മുഴങ്ങില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ വചന ശുശ്രൂഷയുടെ ഒരു പിൻബലത്തിൽ, ഒരു എക്സ്പീരിയൻസിൽ പറയണം, ഒരു വചനവും ഈശോ ഈ ആലയത്തിലോ എൻ്റെ നാവിലോ നിങ്ങളുടെ ഹൃദയത്തിലോ ചെവിയിലോ വെറുതെ തരത്തില്ല. എന്തോ ഒരു കാര്യമുണ്ട്. ഒരു വചനവും വെറുതെ തരത്തില്ല. ഫലം തരുന്ന ഒരു വചനം ഈശോ നമുക്ക് വേണ്ടി ഇന്ന് തന്നിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. വചനം ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഈ ജനത്തിൻ്റെ മുൻപിൽ, അവർക്ക് പ്രാർത്ഥിച്ചേ, ഈ ജനത്തിൻ്റെ മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ യുദ്ധമൊന്നും നടക്കുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മളിന്ന് വചനം കേട്ടോണ്ടിരിക്കുന്നത്, അല്ലേ? പക്ഷെ ചിലപ്പോൾ ഉള്ളിലൊരു യുദ്ധം നടക്കുന്നുണ്ടാവും. നമ്മുടെ ഉള്ളിലുള്ള ഒരു നന്മയും നമ്മുടെ ഉള്ളിലുള്ള തിന്മയും തമ്മിലൊരു യുദ്ധം ഉണ്ടായിരിക്കാം. നമ്മൾ നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് പറ്റാതെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു ദ്വന്ദ്വയുദ്ധമായിരിക്കാം. നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് തരുന്നതായിരിക്കാം. നമ്മുടെ ആരോഗ്യം നമ്മളോട് യുദ്ധം ചെയ്യുന്നതായിരിക്കാം. നമ്മുടെ ഓർമ്മകൾ നമ്മളോട് യുദ്ധം ചെയ്യുന്നതായിരിക്കാം. ഇതൊക്കെ ഉണ്ടോ? ചുമ്മാ അച്ഛൻ ഏറി നിന്ന് പറയുകയാണോ? ഇല്ല. നമ്മുടെ ഓർമ്മകൾ നമ്മളിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം. നമ്മുടെ ഭാവി കാലം നമ്മളോട് യുദ്ധം ചെയ്യുന്നുണ്ടാകാം, അല്ലേ? നാളെ എന്നാ ആവും, 10 വർഷം കഴിഞ്ഞോ, 5 വർഷം കഴിഞ്ഞോ, 5 കൊല്ലം മുമ്പ് എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല, 5 കൊല്ലം മുമ്പ് വെച്ച പേപ്പർ ഇതുവരെ ശരിയായിട്ടില്ല, ഇനി ഇതിപ്പോൾ ശരിയാവുമോ, അല്ലേ? നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അത് ശരിയാവുമോ എന്നുള്ളൊരു ഭയം എല്ലാം നമ്മളോടൊരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈശോയെ ആരാധിക്കാൻ പറ്റാതെ, നമുക്കിപ്പോൾ ഈശോയെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കഴിഞ്ഞ കാലം നമ്മളോട് യുദ്ധം ചെയ്യുന്നു, ഭാവി കാലം നമ്മളോട് യുദ്ധം ചെയ്യുന്നു, ഇന്നലെ കേട്ട ചില വാക്കുകൾ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു. ഇന്ന് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുന്ന ആ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, ഫുൾ ടൈം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരികയാണ്, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും, വിജയിക്കില്ല. കാരണം എന്താണ്? നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണോ? അല്ല. എന്തെന്നാൽ നിനക്ക് വിജയം നൽകുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാൻ നിന്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പലതരം നെഞ്ചോടുന്ന് ചേർത്ത് പിടിച്ചു. ഇപ്പോൾ ഉള്ള എന്ത് സിറ്റുവേഷൻ ആയാലും ആ സിറ്റുവേഷനോട്, ആ ഒരു തിന്മ തരുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ കഴിഞ്ഞ കാലമോ ഭാവി കാലമോ തരുന്ന ഒരു ഭയമായിരിക്കാം. ആ ഭാവി കാലത്തോടും ആ കഴിഞ്ഞ കാലത്തോടും ആ തിന്മയോടും ആ രോഗത്തോടും സങ്കടത്തോടും കടത്തോടും നിങ്ങളിപ്പോൾ ആകുലപ്പെടുത്തുന്ന ആ കണ്ണുനീരിനോടും എല്ലാം പറഞ്ഞേക്കുക. ഈ വചനം ഏറ്റു പറഞ്ഞേ, ഈ ജനത്തിൻ്റെ മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കയ്യിലൊന്ന് പിടി, കണ്ണിലൊന്ന് നോക്ക്, പറ, അവർ നിന്നോട് യുദ്ധം ചെയ്യും. ഉറപ്പല്ലേ? ഉറപ്പാണോ? അറിയത്തില്ല, നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ അവർക്കറിയാം ഒരു യുദ്ധം വരുമെന്ന്. കൈ വിടാതെ പറ, അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കില്ല. കാരണം നിന്നെ രക്ഷിക്കാനും നിന്നെ മോചിപ്പിക്കാനുമായി നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ.
അവരോട് ചോദിച്ചെന്ന്, ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കടരോഗമൊന്നും മാറിയിട്ടില്ല കേട്ടോ. ആ കൈ കൊടുത്തുകൊണ്ട് കടരോഗമൊന്നും മാറിയിട്ടില്ല. അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ആ കഴിഞ്ഞ കാലം അവിടെയുണ്ട്, ആ ഭാവി കാലം അവിടെ ഉണ്ട്. എന്നാലും അവരോട് ചോദിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ചുമ്മാ ചോയിര് ഉണ്ടോ? അവർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അച്ഛനോട് ചോദിക്കും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു വലിയൊരു ഒരു ചോദ്യത്തിൻ്റെ ഭാവം അവിടെ ഉണ്ടെങ്കിലും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഇവിടെ നിന്ന് 1000 വചനങ്ങൾ 100 വചനങ്ങൾ കേൾക്കുമ്പോഴും, നിങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമ്പോഴും, നിങ്ങളുടെ ഉള്ളിലോട്ട് ഈ ഒരു ശക്തി കർത്താവ് തരുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വസിക്കുക എന്നുള്ളത്. ഇല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ, ഈ വചനം, ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം, നിങ്ങളത് വിശ്വസിക്കുമ്പോഴാണ് ബലം ചൂടുന്നത്. ശരിയാണോ? വിശ്വസിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്രൈസ്തവ സഭയുടെയും നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങളുടെയും ഏറ്റവും വലിയ കാര്യമാണ് ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നു. ഈശോ പറഞ്ഞത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള വചനങ്ങൾ മാത്രമല്ല, സഭ നമുക്ക് പഠിപ്പിച്ചു തന്ന കാറ്റഗിസം മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം ഹീസ് ദേർ. ഈശോ ഇവിടെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ആ വിശ്വാസം. പറഞ്ഞേ ഹല്ലേലൂയാ. മുമ്പേ പറഞ്ഞില്ലേ, കടം അവിടെ തന്നെ ഉണ്ട്. ഉണ്ടോ? രോഗം അവിടെ തന്നെ ഉണ്ട്. ഈ വഴിമുട്ടി നിൽക്കുന്ന ആ സാഹചര്യം അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ രോഗങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ബട്ട് ഐ ബിലീവ് ഈശോ ഇവിടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ലേ, എല്ലാ എപ്പിസോഡുകളിലും കാണുന്നുണ്ട്. ഈ കാറ്റടിച്ചു കോളടിച്ചു, ഇങ്ങനെ കോളടിച്ചെന്ന് വെച്ചാൽ ആഹാ കോളടിച്ചു എന്നുള്ളതല്ല, തിരമാല അടിച്ച് കോളടിച്ചു. ഈശോ അവരോട് പറഞ്ഞു, ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്ത് വിശ്വസിക്കാന്ന്? കടൽ ശാന്തമാകുമെന്നോ തിരമാല ഐസ് പോലെ ആകുമെന്നോ ആണോ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. കിട്ടുന്നുണ്ടോ? മുമ്പോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ, ചുറ്റും തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ തിരമാല ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശാന്തമാകുന്നില്ല. ഇത് അവിടെ തന്നെ ഉണ്ടെന്ന് എത്ര ധ്യാനം കൂടിയിട്ടും, എത്ര വണ്ടേക്ക് പോയിട്ടും, എത്ര തവണ ഈ വചനം മാറ്റി മറിച്ച് ബൈബിള് തിരിച്ച് മറിച്ചൊക്കെ എഴുതിയിട്ടും, അയ്യോ ഇനി പ്രാർത്ഥിക്കാൻ എന്നാ പ്രാർത്ഥന ഉള്ളതെന്ന് നോക്കി നമ്മളിപ്പോൾ അന്വേഷിച്ച് നടക്കാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും അതവിടെ തന്നെ ഉണ്ട്, മാറുന്നില്ല. മാറിയെന്ന് തോന്നുമ്പോഴത്തേന് അപ്പുറത്തുനിന്ന് വലിയൊരു കൊടുങ്കാറ്റ് വരികയാണ്. വിശ്വസിക്കേണ്ടത് ഈ തിരമാല ഇവിടെ ഇല്ലെന്നോ, ഈ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നോ, കടൽ ശാന്തമാകുമെന്നൊന്നല്ല. കടൽ ശാന്തമായില്ലെങ്കിലും, കാറ് മാറിയില്ലെങ്കിലും, തിരമാല അടിച്ചെൻ്റെ എൻ്റെ തീരം തകർത്ത് കളഞ്ഞാലും, എൻ്റെ ഈ വള്ളത്തെ പിടിച്ചു കുലുക്കിയാലും, ഇനി ആ വള്ളത്തെ തകർക്കുന്ന രീതിയിൽ ഈ വെള്ളം എൻ്റെ ഈ ബോട്ടിലേക്ക് കയറിയാലും, ഐ ബിലീവ് എൻ്റെ ഈശോ ഈ ബോട്ടിൽ തന്നെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രദ്ധിച്ചില്ലേ, ഈ പ്രാർത്ഥിക്കാത്തവനും ഈ കോളടിക്കും, പ്രാർത്ഥിക്കുന്നവനും കോളടിക്കും. ശരിയാണ്. പ്രാർത്ഥിക്കാത്തവനും പ്രശ്നം ഉണ്ടാവും, പ്രാർത്ഥിക്കുന്നവനും പ്രശ്നം ഉണ്ടാവും. പക്ഷെ പ്രാർത്ഥിക്കുന്നവന് ഒരു ഉറപ്പിതാണ്, ഈ പ്രശ്നം മാത്രമല്ല, ഈ പ്രശ്നങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ഒരു കർത്താവും എൻ്റെ കൂടെയുണ്ട്. വലതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതങ്ങനെ വിശ്വസിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞു ഓർക്കണം, ഈ പ്രശ്നം മാറുമെന്നോ, ഈ സങ്കടം മാറുമെന്നോ, ഈ കണ്ണുനീര് മാറുമെന്നോ ഉള്ള വിശ്വാസമല്ല. അത് ആർക്കും വിശ്വസിക്കാം, പ്രാർത്ഥിക്കാത്തവനും വിശ്വസിക്കാം. ശരിയാണോ? ദൈവവിശ്വാസി അല്ലാത്തവനും ഇത് വിശ്വസിക്കാം, ഇത് മാറും, ഈ പ്രശ്നം മാറുമെന്ന്. നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു ഉള്ളിലുള്ളൊരു ശക്തിയാണ്, എൻ്റെ ഈശോ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും, ആ നിയോഗങ്ങളുടെ മേൽ, ആ സങ്കടങ്ങളുടെ മേൽ, അതിൻ്റെ മുകളിൽ ആരുണ്ട്? ഉറക്കെ പറ, ആരുണ്ട്? ഈശോ ഇവിടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അത് വിശ്വാസം വേണം. എന്തോരം വിശ്വാസം വേണം? ഈശോ പറഞ്ഞൊരു ഉപമ അനുസരിച്ച് നിങ്ങൾക്ക് ഇത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ, എന്നിട്ട് നാട്ടിലെ മലകളൊക്കെ അവിടെ തന്നെ ഉണ്ട് താൻ. നമുക്ക് കടുകുമണിയോളം വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? ഇപ്പം അത് കടുകുമണി മലയും ഒക്കെ ഒന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ഒരു അല്പം വിശ്വാസം മതി. ഏത്? മല മാറുമെന്നുള്ള വിശ്വാസമല്ല, മല മാറുമെന്നുള്ള വിശ്വാസമല്ല. മല അവിടെ തന്നെ ഉണ്ട്, ഈശോ ഇവിടെ ഉണ്ടെന്നുള്ള ഇച്ചിരി വിശ്വാസം മതി. കടുകുമണിയോളം വിശ്വാസം. അതാ കടുകുമണി വളർന്ന് പടർന്ന് പന്തലിക്കുന്ന, അതങ്ങനെ കടുകുമണി ഇങ്ങനെ വലുതാകുന്ന എങ്ങനെയാണ്, അതെങ്ങനെ മരച്ചില്ലയാകുന്നൊന്നും ചിന്തിക്കേണ്ട. നിന്റെ വിശ്വാസം വളരുന്നതിനെ കുറിച്ചാണ് പറയണേ. ഇച്ചിരി വിശ്വാസം ഉണ്ടെങ്കിൽ അതൊരു മരം പോലെ വളരും. കിട്ടുന്നുണ്ടോ? നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടില്ലേ? കടുകുമണി വലിയ മരമൊന്നും ആകുന്നില്ല, ഒരു കുഞ്ഞിച്ചെടി ആവുന്നേ ഉള്ളൂ. പക്ഷേ ബൈബിളിൽ നിങ്ങൾ പറയണം, ഈശോ തന്നെ പറയുകയാണ്, അതൊരു വലിയ വൃക്ഷം പോലെ ആവും. അനേകം പക്ഷികൾക്ക് വന്ന് കൂടുകൂട്ടാൻ പറ്റത്തില്ലെന്നറിയാലോ, കടുകുമണി ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത് പറയുന്നത് ആ ചെടിയെക്കുറിച്ചല്ല, നിൻ്റെ ഉള്ളിലുള്ള ആ കടുകുമണിയോളമുള്ള വിശ്വാസമാണ്. അതങ്ങ് വളർന്നാൽ എന്തായി മാറും? ഒരു വലിയ മരമായിട്ട് മാറും വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ മേൽ ഇപ്പോൾ ചേച്ചി മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ചേച്ചിയല്ല, മോള് മാത്രമേ വീട്ടിൽ പ്രാർത്ഥിക്കുന്നുള്ളൂ വിചാരിക്കും. നിൻ്റെ വിശ്വാസം ആ വീടിനെ സംബന്ധിച്ചൊരു കടുകുമണിയാണ്. അവക്കില്ലാത്ത വിശ്വാസം നിനക്കുണ്ടല്ലോ, ഇല്ലേ? കടുകുമണിയാണ്. ഇതുകൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും ഈ വീടിന്? അല്ലേ? ഒരാൾ മാത്രം പ്രാർത്ഥിക്കുന്നു, കടുകുമണിയാണ്. പക്ഷെ നീ പ്രാർത്ഥിച്ചാൽ, നീ വിശ്വസിച്ചാൽ
ആ കടുകുമണി ആ വീട്ടിൽ എന്തായി മാറും? ഒരു വൃക്ഷമായിട്ട് മാറും. വിശ്വസിക്കാത്ത ജീവിത പങ്കാളിക്കും, വിശ്വസിക്കാത്ത മാതാപിതാക്കൾക്കും, പ്രാർത്ഥിക്കാത്ത മക്കൾക്ക് പോലും അത് ആശ്രയമായിട്ട് മാറുമെന്ന്. പിടികിട്ടുന്നുണ്ടോ? കടുകുമണിയുടെ വിശ്വാസം പിടികിട്ടുന്നുണ്ടോ? അത്രയും മതി, അതൊരു മരമായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയാ. പലതരത്തിൽ ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം മലകൾ മാറുന്നെന്ന് വെച്ചാൽ ഈ മലകൾ അവിടെ തന്നെ നിൽക്കുമ്പോഴും ആ മലയുടെ മുമ്പിലും എന്നെ ഇതിനപ്പുറത്തേക്ക് കടത്താൻ പറ്റുന്ന ഈശോയെ കാണാൻ എനിക്ക് പറ്റും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇവിടെയാണ് നമ്മൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങളും നമ്മൾ ഈ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോ തവണയും വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, ഒരു തവണ ബൈബിളൊക്കെ എടുത്ത് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു വചനം കിട്ടിയാൽ നമ്മൾ നല്ല വചനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നമ്മളോട് തന്നെ ചോദിക്കണം, ഡു യു ബിലീവ്? നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? എന്തോരം വിശ്വാസം? അല്പമെങ്കിലും വിശ്വസിക്കുക, അതൊരു വലിയ മരമായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയാ. ചില സമയത്ത് ഇപ്പം ഞാനിപ്പോൾ നമ്മൾ ഈ ഒരു പുതുവർഷത്തിലെ ആദ്യത്തെ കുറേ ദിവസങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ മുമ്പേ ചോദിച്ച പോലെ എടുത്ത തീരുമാനങ്ങളിൽ ചിലപ്പം നമ്മൾ വീണ് പോയിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ കുമ്പസാരിച്ചു, വീണ്ടും പഴയ പാപങ്ങളിലേക്കൊക്കെ നമ്മൾ വീണ് പോയിട്ടുണ്ടാവും. അവിടെയും നമുക്ക് വേണ്ടതൊരു വിശ്വാസമാണ്. പ്രലോഭനങ്ങൾ വരുമ്പോഴും, പഴയ പാപങ്ങളിലേക്ക് വീണു പോകുമ്പോഴും, പിന്നെയും പഴയ ചീത്ത വഴിയിലേക്കൊക്കെ വീണു പോകാൻ സാധ്യതകളൊക്കെ അവിടെ ഉള്ളപ്പോഴും വേണ്ടത് ഇതാണ്, വിശ്വാസം. ഞാൻ പാപം ചെയ്യില്ല എന്നുള്ള വിശ്വാസമല്ല, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള വിശ്വാസമല്ല, ഞാൻ ചിലപ്പോൾ ഇനിയും വീണ് പോയേക്കാം, ഞാൻ ഇനിയും വലിയ പടുകുഴിയിലേക്ക് വീണേക്കാം. ഈശോ ഇവിടെ തന്നെ ഉണ്ട് എന്നെ പിടിച്ചു പൊക്കാൻ. ഞാൻ ഏറ്റവും താണ കുഴിയിലേക്ക് വീഴുമ്പോഴും ആ താണ കുഴിയിലേക്കും കൈ നീട്ടിപ്പിടിക്കാൻ പറ്റുന്ന ഒരാൾ ഈശോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ലൂക്കാസ് സുവിശേഷം 22-ാമത്തെ അധ്യായം എടുക്കാമോ? ലൂക്കാസ് സുവിശേഷം 22-ാമത്തെ അധ്യായം ഈശോ വലിയൊരു ബോധ്യം നമുക്ക് നൽകുന്നൊരു വചനഭാഗമാണ്. 22-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. പത്രോസിന് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നൊരു വചനഭാഗമാണ്. ലൂക്കാസ് സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. അറിയാവുന്ന വചനമാണെന്ന് തോന്നുന്നല്ലേ? കിട്ടിയോ? ലൂക്ക എവിടെയാ? ലൂക്ക എവിടെ പോയി? അവർക്ക് വായിച്ചു. ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വചനം ശ്രദ്ധിച്ചേ. ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ശ്രമിച്ചു. എന്താണത്? പ്രലോഭനങ്ങളായിരിക്കാം, ഈശോ ഇട്ടേച്ച് പോകാനുള്ള തോന്നലുകളായിരിക്കാം, വീണ്ടും പഴയ വഴികളിലേക്ക് പോകാനുള്ള പ്രവണതകളായിരിക്കാം. ഒരിക്കൽ ഒരു കുമ്പസാരം നടത്തി ഒരു ധ്യാനമൊക്കെ കൂടി നമ്മളൊന്ന് നല്ല വഴിയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചതായിരിക്കാം. സാത്താൻ തുമ്മായിരിക്കോ? ഇവൻ നന്നായി, ഇനി വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കോ? പറ, സാത്താൻ്റെ കാര്യം നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. പറ, ചുമ്മാ ഇരിക്കോ? ഇല്ല, ഇങ്ങനെ പാറ്റാൻ ശ്രമിക്കും, ഇങ്ങനെ പറപ്പിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കും. നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ വേണ്ടി ശ്രമിച്ചു. ഈശോ എന്നെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. നിനക്ക് പ്രലോഭനം ഉണ്ടാവാതിരിക്കാനോ, നീ വീണു പോകാതിരിക്കാനോ ആണോ? നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്ത് വിശ്വാസമാണ്? എൻ്റെ ഈശോ ഇവിടെ ഉണ്ട്. ഇതേ ആയിരക്കണക്കിന് പ്രലോഭനങ്ങൾ വരും, ആയിരക്കണക്കിന് പടുകുഴികൾ നമ്മുടെ മുമ്പിൽ വരും. വീഴാതിരിക്കാൻ ഒരൊറ്റ വഴി, നിങ്ങൾ കൂടിയ 500 ധ്യാനങ്ങളല്ല, വീഴാതിരിക്കാനുള്ള ഒറ്റ വഴി, സാത്താൻ എന്നെ പാറ്റാൻ ശ്രമിച്ചാലും എന്നെ പിടിച്ചു നിർത്തുന്ന ഒരാൾ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നിട്ട് പത്രോസ്ലീഹായോട് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ വീഴ്ത്താൻ ശ്രമിച്ചു, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. കാരണം ചുറ്റും പ്രലോഭനങ്ങളുള്ളവരുണ്ട്, വീണു പോകുന്നവരുണ്ട്. കടുകുമണി മരം ഓർക്കണം, കടുകുമണി വലിയൊരു മരമായിട്ട് മാറി വിശ്വസിക്കാത്തവർക്ക് പോലും തണലാവാൻ വേണ്ടി നിന്റെ വിശ്വാസം ഒരു കാരണമായിട്ട് മാറി. അതുപോലെ തന്നെ നീ വീണു പോയനെ, നീ തകർന്നു പോകാതിരുന്നത് നിന്റെ വിശ്വാസം കൊണ്ടാണ്. നിന്നെ ഈശോ തിരിച്ചു പിടിച്ചെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ വീണില്ല, ഞാൻ വിശുദ്ധനായിട്ട് നിൽക്കുന്നു, വിശുദ്ധയായിട്ട് നിൽക്കുന്നു എന്ന് പറയാനല്ല, നീ ഒത്തിരി പേരെ പിടിച്ചുയർത്തണം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അതിനുള്ള വലിയ ലക്ഷ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ ഈശോ നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ഈ സഭയുടെ ഭാഗമാണ്, നമ്മൾ വചനം കേൾക്കുന്നു, പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഒരുപാട് ആളുകൾക്ക് ഒരു വൃക്ഷമായിട്ട് മാറണം, ഒരുപാട് ആളുകളെ പിടിച്ചുയർത്തണം. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പണ്ടൊരു ഏകദിന ധ്യാനത്തിന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ, ഈ പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യം, ഇതുവരെ ഉണ്ടായ സഹനങ്ങളിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു, ഇനിയും രക്ഷിക്കുമെന്നുള്ളതാണ് എനിക്ക് അവനുള്ള പ്രത്യാശ എന്നൊക്കെ പറഞ്ഞൊരു 2 കൊരിന്തോസ് 1:10 ഇങ്ങനെ ഒരു വചനമുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ട്, മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായി ഞാൻ പീഡിപ്പിക്കപ്പെട്ടു. എൻ്റെ പൗലോസ്ലീഹ പറയാണ്, ഇത് ഞാൻ എന്നിൽ ആശ്രയിക്കാതെ മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ പറ്റുന്ന ഈശോയിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ പൗലോസ്ലീഹയുടെ പിന്നീടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നുണ്ട്, ഈ സഹനത്തിലൂടെ ഞാൻ കടന്നു പോയില്ലായിരുന്നെങ്കിൽ ഇതേ സഹനത്തിലൂടെ കടന്നു പോകുന്നവരെ പിടിച്ചുയർത്താൻ എനിക്ക് പറ്റില്ല.
അത് പൗലോസ്ലീഹ പറഞ്ഞില്ലെങ്കിലും നമുക്കിപ്പോൾ ബോധം കിട്ടേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ കടന്നുപോയ സഹനങ്ങൾ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന തീപ്പൊള്ളുന്ന അനുഭവങ്ങൾ, ഇതിലൂടെ കടന്നു പോകുന്ന ഒരാളെ പിടിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിത് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് കയറുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഞാനിത് പറയുമ്പോൾ ഞാനത് ആദ്യം കേൾക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വലതുയർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. വീശി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിന്ന് വലിയൊരു തിരുനാളിലും കൂടെയാണ് കേട്ടോ. വലിയൊരു തിരുനാളാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ഏറ്റവും സന്തോഷമുള്ള എൻ്റെ ബർത്ത്ഡേയോ ഫീസ്റ്റ് ഡേയോ തിരുപ്പട്ടത്തിൻ്റെ ദിവസം ഓഫ് കോഴ്സ് ഒരു പുരോഹിതനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. പക്ഷേ എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ജനുവരി 25. എന്താണ്, ലോട്ടറി അടിച്ച ദിവസമാണോ? അല്ല, നോബിളച്ചൻ കുർബാനയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? പൗലോസ്ലീഹയുടെ മാനസാന്തര തിരുനാളാണ്. നമ്മൾ സഭയിൽ അങ്ങനെ വലിയ കാര്യമായിട്ട്, പ്രത്യേകിച്ച് ഓറിയൻ്റൽ ചർച്ചുകളിൽ നമ്മൾ വലിയ കാര്യമായിട്ട് ആഘോഷിക്കുന്നില്ലാത്തൊരു തിരുനാളാണ് ജനുവരി 25. പക്ഷേ ആഘോഷിക്കണം, വലിയൊരു ദിവസമാണ്. ഞാൻ പേഴ്സണലി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഈ പൗലോസ്ലീഹയുടെ മാനസാന്തര തിരുനാൾ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നല്ല മിടുക്കനായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരാൾക്ക് ഒരു ദിവസം ഒരു തോന്നൽ വരികയാണ്, ഈശോ എന്നെ സ്വന്തമാക്കി അല്ലേ. നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. അയാളുടെ ജീവിത രീതി അനുസരിച്ച് അയാൾ കറക്റ്റ് വഴിയിലാണ്, യഹൂദരുടെ നിയമം അനുസരിച്ച് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം അയാൾക്കൊരു തിരിച്ചറിവ്. എന്താ തിരിച്ചറിവ്? മാനസാന്തരമൊന്നുമല്ല. ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, അത് മാനസാന്തരപ്പെട്ട് പൗലോസ്ലീഹ ഇതൊക്കെ തെറ്റായിരുന്നു, ഇനി ശരിയായിരുന്നു, ഇത് ശരിയാക്കണം. നോ, ഞാൻ പാപത്തിൻ്റെ വഴിയിലായിരുന്നു, ഇനി വിശുദ്ധിയുടെ വഴിയിലാവണം. ഇതൊന്നല്ലായിരുന്നു പൗലോസ്ലീഹയുടെ മാനസാന്തരം. പൗലോസ്ലീഹയുടെ മാനസാന്തരം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. എന്താണെന്നറിയോ? ഞാൻ ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അതാണ് പൗലോസ്ലീഹയുടെ മാനസാന്തരം. എനിക്ക് അങ്ങനെ തോന്നണം. നിങ്ങളിപ്പോൾ ഒരാളെ ധ്യാനം കൂടാൻ വിടുന്നു, നിങ്ങൾ ഒരാളുടെ അടുത്ത് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു, ഇയാളെ ഒന്ന് മാനസാന്തരപ്പെടുത്തും. എന്താ മാനസാന്തരം? കള്ളു കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾ കള്ളുകൂടി നിർത്തി, ഉഴപ്പി നടന്ന ഒരാൾ ഉഴപ്പ് നിർത്തി, തെറ്റായ ഒരു ബന്ധത്തിലായിരുന്ന ആൾ വഴി തിരിച്ചു വന്നു. അതാണോ മാനസാന്തരം? അല്ല, അത് മാനസാന്തരമല്ല. അത് പിന്നെയും തിരിച്ചു പോകാൻ ചിലപ്പോൾ. ശരിയാണോ? നിങ്ങളുടെ ലൈഫ് നോക്കിയിട്ട് നിങ്ങൾ പറയൂ അല്ലേ? അതിനകത്തൊക്കെ നമുക്ക് പിന്നെയും തിരിച്ചു പോകാം. മാനസാന്തരം എന്താണ്? ഈ പാപിയായ എന്നെ യേശുക്രിസ്തു സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ പൗലോസ്ലീഹയുടെ മാനസാന്തര തിരുനാൾ, ആ മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കേണ്ടത് എന്തിനാണെന്നറിയോ? ഇത് പൗലോസ്ലീഹയെ കുറിച്ചല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരെക്കുറിച്ചാണ്? എന്നെക്കുറിച്ചാണ്. ഞാൻ നവംബർ മാസത്തിൽ എൻ്റെ ആത്മീയ ഗുരുവിനെ കാണാൻ പോയി. ഒരു അടിയൊക്കെ കിട്ടി. ഞാൻ നിങ്ങളോട് നേരത്തെ ധ്യാനം കൂടിയവരോടൊക്കെ പറഞ്ഞു. അച്ഛൻ എന്നെ കൈവീശി ഒരൊറ്റ അടി അടിച്ചു. അപ്പോൾ അതെന്തിനാ തല്ലിയെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, നാണക്കേടാവും, പിന്നെ നിങ്ങൾ ധ്യാനത്തിന് വരത്തില്ല. അപ്പോൾ അയാൾ കഴിഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ തന്നു കേട്ടോ. അപ്പം അച്ഛനോട് ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛാ എനിക്ക് പറ്റണില്ല, അച്ഛൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് ഈ വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുക അച്ഛാന്ന് പറഞ്ഞിടാ. മനെ, അതാണ് നീ പറയുന്ന വചനം, നമ്മൾ പറയുന്ന വചനം അതാണ്. ഇരുവായ്ത്തല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, പറയുന്നവനെയും കേൾക്കുന്നവനെയും കുത്തിക്കൊണ്ടിരിക്കും. കുത്തുന്നില്ലെങ്കിൽ പിന്നെ നീ പറയുന്ന വചനത്തിന് വലിയൊരു ഇതില്ലടാന്ന്. ഞാൻ പറഞ്ഞ വെച്ചാൽ മാനുഷികമായിട്ട് എനിക്ക് പറ്റുന്നില്ല അച്ഛൻ. ഞാൻ ഒരുപാട് വീണ് പോകുന്നു, ഞാൻ തളർന്നു പോകുന്നു, ഞാൻ ചിലപ്പോൾ ഉഴപ്പാറുണ്ട്, ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ട്. ആത്മീയ ഗുരുവിനോടല്ലേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഞാനെന്തിനാ നിങ്ങളോട് ഇത് പറയണല്ലേ? നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ തോന്നുന്നു, അച്ഛൻ ഈ വചനം എടുത്ത് പറയാനുള്ള ഒരു യോഗ്യതയൊന്നും എനിക്കില്ലെന്ന്. അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഇത് കയറണം. അതുകൊണ്ട് ജിൻസച്ച, അച്ഛനെ ഈശോ വിളിച്ചത് അച്ഛൻ ഏറ്റവും വിശുദ്ധിയിൽ നിൽക്കുന്ന സമയത്തല്ല, അച്ഛൻ വിശുദ്ധനായതുകൊണ്ടല്ല ഈ ബൈബിൾ എടുത്ത് കയ്യിലോട്ട് തന്നത്. ഈശോ നിനക്ക് വേണ്ടി മരിച്ചത്, അച്ഛാ നിനക്ക് വേണ്ടി ഈശോ മരിച്ചത്, നീ അതിക്രമിയായിരിക്കെ, നീ പാപിയായിരിക്കെ, നീ വിശ്വാസവഞ്ചന കാണിച്ചിരിക്കെ ക്രിസ്തു അച്ഛന് വേണ്ടി മരിച്ചു. ശരിയല്ലേ? പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പൗലോസ്ലീഹയുടെ മനസ്സോട് ചേർത്ത് ചിന്തിക്കണം. പൗലോസ്ലീഹ തന്നെ പറഞ്ഞ വാക്കാണ്, നാം പാപികളായിരിക്കെ, നാം അതിക്രമികളായിരിക്കെ, നാം വിശ്വാസവഞ്ചന കാണിച്ചിരിക്കെ, നാം കൊലപാതകളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇന്ന് ഈ ദിവസം നമ്മൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് ഓർക്കണം, ഞാൻ ഏറ്റവും വിശുദ്ധിയിലോ നമ്മളേറ്റവും അടിപൊളിയായിട്ട് വിശുദ്ധിയിൽ നിൽക്കുന്ന സമയത്തല്ല, യേശു ക്രിസ്തു നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ചെവിയിലേക്കല്ല, ഹൃദയത്തിലോട്ട് ഇത് കയറി. ഈ തോറ്റ് കിടക്കുന്ന നിന്നെ, ഈ പാപിയായ നിന്നെ, ഈ പരാതി പറഞ്ഞ നിന്നെ, ഈ അവിശ്വസ്തത കാണിച്ച നിന്നെ, ഈ തല്ലിപ്പൊളിത്തരം ഒളിപ്പിച്ചു പിടിച്ച നിന്നെ യേശു ക്രിസ്തു സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നീതിമാനായ ഒരുവന് വേണ്ടി പോലും ആളുകൾ മരിക്കാൻ തയ്യാറാവാത്തൊരു കാലത്തെക്കുറിച്ച് പൗലോസ്ലീഹ എഴുതി വെക്കുന്നുണ്ട് റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ. നീതിമാനായ ഒരുവന് വേണ്ടി മരിക്കാൻ പോലും ആളുകൾ തയ്യാറാവുന്നില്ല, പക്ഷേ പാപിയായിരുന്ന നിനക്ക് വേണ്ടി മരിക്കാൻ ജീവൻ തന്ന്
നിന്നെ തിരിച്ചു പിടിക്കാൻ ഒരാൾ തയ്യാറായി. ഇനി നീ മുമ്പോട്ട് ജീവിക്കേണ്ടതും ആ ഒരൊറ്റ കാരണത്തിലായിരിക്കണം, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഗലാത്യർ 2:20 പൗലോസ് ഇങ്ങനെ പറയും, എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കിയ ഒത്തിരി പുഴുക്കുത്തുകൾ, ഒത്തിരി സങ്കടങ്ങൾ മറന്നു കളയാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പാസ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്. മുമ്പോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈശോയെയും നമുക്ക് കാണാം. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. വലതുതരം നെഞ്ചോടുന്ന് ചേർത്ത് പിടിച്ച് നല്ല ഉറക്കെന്ന് പറ, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അടുത്തിരിക്കുന്ന കയ്യെപ്പിടി. അങ്ങേര് കടന്നു പോകുന്നത് എന്നാന്ന് നിങ്ങൾക്ക് ഒരു പിടിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ കയ്യെ പിടിച്ചത് ഈ നാട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പാപിനെ ആയിരിക്കും, ഏറ്റവും വലിയ തല്ലിപ്പൊളിനെ ആയിരിക്കും, ഈ നാട് കണ്ട ഏറ്റവും സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കും. അയാളോട് പറ, യേശു ക്രിസ്തു നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇടത് കൈ നെഞ്ചോട് ചേർത്ത് പിടി, വലത് കൈ ഇങ്ങോട്ട് നീട്ടിപ്പിടി. പറ, യേശു ക്രിസ്തു അച്ഛനെ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെയും ഈശോ, ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളെ ആര് സ്വന്തമാക്കിയിരിക്കുന്നു? ഈശോ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് പിടിച്ചു നിൽക്കാൻ, നമുക്ക് വിശ്വസിക്കാൻ, നമുക്ക് ഒന്നുകൂടെ എഴുന്നേറ്റോടാൻ ഈ ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം നിങ്ങളെ സ്വന്തമാക്കിയെന്ന് കരുതിയവരോ, നിങ്ങൾ സ്വന്തമാണെന്ന് കരുതിയവരോ ഇപ്പം കൂടെ ഇല്ല. കുറേ പേരുടെയെങ്കിലും നിങ്ങൾ നന്നായിട്ട് ചതിക്കപ്പെട്ടു, നിങ്ങൾ നന്നായിട്ട് ഹൃദയം നുറുങ്ങി, നിങ്ങൾ വേദനിച്ചു. പക്ഷേ ഈ വേദനിച്ച, ഈ ചതിക്കപ്പെട്ട, ഈ സങ്കടപ്പെട്ട എന്നെ ആര് സ്വന്തമാക്കിയിരിക്കുന്നു? യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം ഇരുന്ന് കരഞ്ഞവരോടും കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നലെ വൈകുന്നേരം ഇരുന്ന് കരഞ്ഞവരോടും കൂടിയാണ് പറയുന്നത്. ഈ കരഞ്ഞ നിന്നെ ഈശോ സ്വന്തമാക്കിയിരിക്കും. ഇന്നലെ ചീത്തവാക്ക് കേട്ടവരോട്, ഇന്നലെ ശാപവാക്ക് കേട്ടവരോട് ഈശോ പറയുന്നു, ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. നമുക്ക് ഇന്ന് പൗലോസ്ലേഹയോട് ചേർന്ന് ചിന്തിക്കേണ്ട ഇതാണ്, ഇതനുസരിച്ചൊന്ന് ജീവിക്കാനുള്ളൊരു കൃപ. ഞാൻ ആരുടെ സ്വന്തമാണെന്ന്, ഈശോയുടെ സ്വന്തമാണെന്ന് അത് തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 26-ാമത്തെ അധ്യായം എടുക്കാമോ? അപ്പോസ്തല പ്രവർത്തനം 26-ാമത്തെ അധ്യായം. പൗലോസ്ലേഹ ഇങ്ങനെ തൻ്റെ വിധി കാത്ത് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 26-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യമാണ്. ആക്ട്സ് 26:22 അവർക്ക് വായിക്കാമോ? ഇന്ന് വരെ ദൈവത്തിൽ നിന്നുള്ള സഹായം എനിക്കുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വലിയവരുടെയും ചെറിയവരുടെയും മുമ്പിൽ സാക്ഷ്യം നൽകിക്കൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമുക്ക് എല്ലാവർക്കും പറയാനുള്ള ഒരു വലിയ വാക്യമായിരിക്കണം. ഇതുവരെ ആര് സഹായിച്ചു? ഈശോ സഹായിച്ചു. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളിപ്പോൾ ഈ വചനം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാം, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈശോ സഹായിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ഓരോരുത്തരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച്, നമുക്ക് തീർത്ത് കളയാൻ, നമുക്ക് അവസാനിപ്പിക്കാൻ, നമുക്ക് ഈ പകുതി വഴിയിൽ വെച്ച് ഇട്ടേച്ച് പോകാൻ വേണ്ടിയിട്ട് കുറേ അധികം കാരണങ്ങളുള്ളപ്പോഴും ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണമാണ് പൗലോസ്ലേഹ പറയുക, ഇതുവരെ ഈശോ സഹായിച്ചു. അതുകൊണ്ട് മാത്രമാണ് ചെറിയവരുടെയും വലിയവരുടെയും മുമ്പിൽ ഒരു സാക്ഷ്യമായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളോട് ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടോ, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നല്ല സങ്കടങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ ചോദിച്ചിട്ടുണ്ടാവും, എന്നാത്തിനിങ്ങനെ പള്ളിയിൽ പോയിട്ട് ചുമ്മാ അല്ല ഈ ധ്യാനമൊക്കെ കൂടി നടന്നിട്ട് ഇങ്ങനെ. നമുക്ക് അവരുടെ മുമ്പിലൊക്കെ പറയേണ്ടത് ഒരു വാക്ക് പോലും അല്ല, നമ്മളവിടെ നിൽക്കുന്നത് ഒരു സാക്ഷ്യമാണ്. ഇതുവരെ എന്നെ എൻ്റെ ഈശോ സഹായിച്ചു. ഈ കടത്തിലും, ഈ രോഗത്തിലും, ഈ പാപത്തിലും, ഈ കണ്ണുനീരിലും, ഈ ഒറ്റപ്പെടലും, ഈ ഒറ്റുകൊടുക്കലിലും ഒക്കെ എന്നെ ഈശോ സഹായിച്ചു. അതുകൊണ്ട് ചെറിയവരുടെയും വലിയവരുടെയും മുമ്പിൽ ഒരു സാക്ഷ്യമാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഈശോ എന്നെ സഹായിച്ചുകൊണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ഈശോ സഹായിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ? ചില സമയത്തൊക്കെ നമ്മൾ കയറിപ്പോന്ന് കഴിയുമ്പോൾ ഓർക്കുകയല്ല. കയറിപ്പോന്ന് കഴിയുമ്പം ചിലപ്പോൾ നാട്ടുകാരോടൊക്കെ പറയും, ഓ ഇറ്റ് വാസ് വെരി വണ്ടർഫുൾ. ഇറ്റ് വാസ് നോട്ട് വെരി വണ്ടർഫുൾ, ഇറ്റ് വാസ് എ മിറക്കിൾ. അതൊരു അത്ഭുതമായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. നമ്മളിങ്ങനെ ചിലപ്പോൾ കുറേ നാളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, പെട്ടെന്ന് ഒരു ദിവസമാണ് ഈ പ്രശ്നം അങ്ങ് മാറിയത് അറിയുന്നത്. പെട്ടെന്ന് അങ്ങ് വിട്ടുകളയും. അത്രയും നാളും വിളിച്ച കർത്താവിനെ ചിലപ്പോൾ വിട്ടുകളയും. പക്ഷെ ഓർത്തോണം, ഇപ്പം ഇവിടെ നിൽക്കുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളതുണ്ട്. ഇറ്റ്സ് എ മിറക്കിൾ. ഒരു സാക്ഷ്യമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് സഹായിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ശക്തമായ വചനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം എടുക്കാമോ? കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് വളരെയധികമായിട്ട് സഹായിക്കുമെന്ന് ബോധ്യം നൽകുന്ന ഒരു വചനമാണ്. യെശയ്യാ 26:3 അവർക്ക് വായിക്കാമോ? അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ
ആശ്രയിക്കുന്നു. എന്ന് വെച്ചാൽ കർത്താവിനെ ആശ്രയിക്കുന്ന ഒരാൾ കിട്ടുന്ന ഒരു സമാധാനം, ഒരു ശക്തി, ഒരു ബലമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. 27-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചോ. യെശയ്യാ 27 അതിന്റെ 3-ാമത്തെ വാക്യം അവർക്ക് വായിച്ചേ. കർത്താവായ ഞാനാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ, ഞാൻ അതിനെ നിരന്തരം നനയ്ക്കുന്നു, ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിന് രാപ്പകൽ കാവൽ നിൽക്കുന്നു. അപ്പം നിങ്ങളുടെ ഉള്ളിലോട്ട് കടന്നു വരുന്ന എന്തോ ആവട്ടെ, ഒരു സംരക്ഷണമില്ലാത്ത ഒരവസ്ഥയായിരിക്കാം, ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയായിരിക്കാം, കർത്താവായ ഞാൻ അതിനെ നിരന്തരം പരിപാലിക്കുന്നു, ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനെ നമ്മളെ എല്ലാവരെയും, നമ്മുടെ ഭവനത്തെ, നമ്മുടെ ജോലിയെ, നമ്മൾ കടന്നു പോകുന്ന എല്ലാ സിറ്റുവേഷനെയും ആര് നോക്കിക്കൊണ്ടിരിക്കുന്നു? ഈശോ നോക്കിക്കൊണ്ടിരിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ചാടി എഴുന്നേറ്റ്. കുറച്ച് പേര് ലേറ്റായിട്ട് വന്നു, അവരോടുള്ള ബഹുമാനത്തിൽ നമ്മൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. വെൽക്കം. ഓക്കെ, നിങ്ങൾ സാധാരണ 12 മണിയാകുമ്പോൾ ഞാൻ എണീപ്പിക്കാറുണ്ട്, ഓർക്കുന്നുണ്ടോ? അതങ്ങനെ വരും 12 മണിക്ക്. കരങ്ങൾ 2 സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ച് കണ്ണുകളൊന്ന് അടച്ചു. ഈശോയെ അടച്ചു പിടിച്ച ആ കണ്ണുകളിലൂടെ കാണാൻ പറ്റുമെന്ന് നോക്ക്. നിനക്ക് സംരക്ഷണമായി, നിനക്ക് സഹായമായി ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഇന്നത്തെ ഈ വചന ശുശ്രൂഷ ആരംഭിച്ചത്. പൗലോസ്ലീഹയുടെ മാനസാന്തര തിരുനാളിൽ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ ഒരു വിശ്വാസവും കൂടെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും വലിയ വിശ്വാസം ഈശോയുടെ കൂടെ ഉണ്ടെന്നും അവിടെ തന്നെ സ്വന്തമാക്കിയെന്നും ഉള്ളൊരു ബോധ്യമാണ്. ഇതുവരെ എത്തിച്ച ദൈവം, ഇതുവരെ കൈപിടിച്ചൊരു ദൈവം എന്നെ ഇനിയും മുന്നോട്ട് നയിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ശക്തമായിട്ട് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഈശോ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, ഈശോ ആരാധന, ഈശോ ആരാധന, ഈശോ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഈശോ എല്ലാ ഭയത്തിന്റെ കെട്ടുപാടുകളെ എടുത്തു മാറ്റണമേ, ഭയങ്ങളെ മുഴുവൻ എടുത്തു മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഞങ്ങളുടെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയിൽ ഈ മക്കളിൽ ആരിലെങ്കിലും എന്തിനെ കുറിച്ചെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭയം അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുരിശിന്റെ ചുവട്ടിലേക്ക് ആ ഭയത്തെ തള്ളി മാറ്റുന്നു. മനുഷ്യരെ കുറിച്ചുള്ള ഭയം, അവരുടെ വാക്കുകളെ കുറിച്ചുള്ള ഭയം, മനുഷ്യരുടെ ദുരാലോചനകളെ കുറിച്ചുള്ള ഭയം, അവർ പറഞ്ഞ വാക്കുകളിലൂടെ വന്ന മുറിവുകളുടെ ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം എല്ലാം ഈശോയെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയിൽ അഴിച്ചില്ലാതാക്കി ബന്ധിച്ച് ബഹിഷ്കരിച്ച് അങ്ങയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ശക്തിയോടെ സ്തുതിച്ച് എല്ലാ ഭയങ്ങളും ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. എന്തിനെ കുറിച്ചാണ് ആകുലപ്പെടുന്നത്, ഭയപ്പെടുന്നത്, ഈശോയ്ക്ക് കൊടുക്കുക. ആ കണ്ണു നിറഞ്ഞ അനുഭവങ്ങളെ ഈശോയ്ക്ക് കൊടുക്കുക. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവർ നിനക്കെതിരെ യുദ്ധം ചെയ്യുമെന്നാൽ വിജയിക്കില്ല. എന്തെന്നാൽ നിന്നെ നയിക്കാൻ, നിനക്ക് വിജയം നൽകാൻ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഈശോ ആരാധന, 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 ആരാധന. ഈശോ ആരാധന, ആരാധന. ഈശോ ആരാധന, ഈശോ ആരാധന. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. വലതുകൈ തുറന്നു പിടിക്കുക. പറഞ്ഞ ഈശോയെ, എൻ്റെ എല്ലാ ഭയങ്ങളെയും, എൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും, എൻ്റെ എല്ലാ കണ്ണുനീരുകളെയും, എൻ്റെ എല്ലാ പാപങ്ങളെയും, എൻ്റെ എല്ലാ വീഴ്ചകളെയും അങ്ങയുടെ കാൽച്ചുവട്ടിലേക്ക് തന്ന് ഞാൻ ഉപേക്ഷിക്കുന്നു. ആമേൻ.